ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. പുഷ്പ 2 15ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 14 ദിനങ്ങളിലും സിനിമയ്ക്ക് മികച്ച കളക്ഷൻ തന്നെയാണ് പുറത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഹിന്ദിയിൽ സിനിമയുടെ കൊടൂര വാഴ്ച തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 13 ദിവസം കൊണ്ട് സിനിമ നേടിയത് 582 കോടിയാണ് ഹിന്ദിയിൽ നിന്ന് മാത്രമെങ്കിൽ ഇപ്പോൾ അത് 600 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. 602 കോടിയിലേക്കാണ് സിനിമ എത്തിപ്പെട്ടിരിക്കുന്നത്. 14 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് അങ്ങനെയാണ് ഒഫീഷ്യലായിട്ട് വന്നിരിക്കുന്നത്. സിനിമയുടെ ഒഫീഷ്യൽ ഫുൾ വേൾഡ് വൈഡ് കളക്ഷൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് അപ്ഡേഷൻ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അവസാനമായി വന്ന കളക്ഷൻ ഡീറ്റെയിൽസ് പ്രകാരം സിനിമ 1409 കോടിയാണ് നേടിയിരുന്നത്. ഇതിനോടകം തന്നെ സിനിമ 1500 കോടിക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ടാകാം എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലെ കളക്ഷൻ ഹിന്ദി ബെൽറ്റിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം 40 കോടി രൂപയോളമാണ് വന്നിരിക്കുന്നത്. തീർച്ചയായും വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് 80 കോടിക്ക് മുകളിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ 500 കോടി കടന്നിട്ടുണ്ടാകാം. ഇന്ന് സിനിമയുടെ 1500 കോടിയുടെ കളക്ഷൻ പോസ്റ്ററാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും സിനിമ കേരളത്തിൽ ഉൾപ്പെടെ എല്ലായിടത്തും മികച്ച ഒരു ബുക്കിങ്ങും കാര്യങ്ങളോടും കൂടി തന്നെ പോകുന്നു. കേരളത്തിൽ സ്റ്റഡി കളക്ഷനായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. വർക്കിംഗ് ഡേയ്സിൽ ഏറെക്കുറെ 25 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് തുടരെ, അതായത് ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. തിങ്കളാഴ്ച സിനിമയ്ക്ക് ലഭ്യമായിരുന്നത് ട്രാക്കേഴ്സ് മുഖാന്തരം 17 ലക്ഷം രൂപയായിരുന്നെങ്കിൽ അതിലൊരു ഇടിവായിരുന്നു ചൊവ്വാഴ്ച കാണാൻ കഴിഞ്ഞാൽ 15.5 ലക്ഷം രൂപയും. ഇന്നലെ അതായത് ബുധനാഴ്ച ലഭിച്ചിരുന്നത് 14 ലക്ഷം രൂപയും. അതായത് ആവറേജ് എങ്ങനെ നോക്കിയാലും പെർ ഡേ സിനിമയ്ക്ക് ഗ്രോസ് ആയിട്ട് വരുന്നത് 20-25 ലക്ഷം രൂപയോളം ആണ് എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ കേരള ട്രാക്ഡ് കളക്ഷൻസ് മാത്രം 14 കോടി 66 ലക്ഷം രൂപ എത്തിയ ഈ ഒരു സിനിമ ഒഫീഷ്യൽ ട്രാക്കിംഗ് അല്ലെങ്കിൽ ഗ്രോസ് ആയിട്ടുള്ള ട്രാക്കിംഗ് നമുക്ക് ട്രാക്ഡ് കളക്ഷൻസിൽ വന്നിരിക്കുന്ന ഗ്രോസ് എമൗണ്ട് എന്ന് പറയുന്നത് 19.5 കോടിക്ക് അടുത്താണ്. സിനിമയ്ക്ക് ഫൈനൽ റണ്ണിലേക്ക് അടുക്കുകയാണ്. കാരണം 25-ാം തീയതി വരുമ്പോഴത്തേക്ക് കേരള തിയേറ്ററുകൾ വാഴാൻ മലയാള സിനിമകൾ എത്തുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. മികച്ച ഒരു റണ്ണാണ് ഈ സിനിമയ്ക്ക് കേരളത്തിലും ലഭിച്ചിരുന്നത്. കേരളത്തിൽ ഒരു വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് സിനിമയ്ക്ക് വന്നെങ്കിൽ പോലും 20 കോടി എന്ന് പറയുന്നത് മലയാളത്തിലെ മുൻനിര താരങ്ങൾക്ക് ലഭിക്കുന്ന എമൗണ്ട് അതിന് മുകളിൽ തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. പുഷ്പ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും വമ്പൻ റെക്കോർഡുകളിലേക്ക് തന്നെ നീങ്ങുന്നു. ഓരോ സ്ഥലങ്ങളിലും 100 കോടിക്ക് മുകളിൽ സിനിമ എത്തുന്ന പോസ്റ്റർ വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മിക്ക സ്ഥലങ്ങളിലും 75-നും 90 കോടിക്കും ഇടയിലാണ് സിനിമയുടെ കളക്ഷൻ. അതായത് തമിഴ്നാട്, ആന്ധ്ര, കർണാടക അങ്ങനെ നീളുന്ന വരികൾ എന്ന് നമുക്ക് പറയാം. എന്തായാലും ഇന്ന് ഒഫീഷ്യൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്ന 1500-ന് മുകളിലുള്ള കളക്ഷൻ റിപ്പോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്ററാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രീൻ മീഡിയാസ്.